എന്നാൽ വല്ലാത്തൊരു വിദഗ്ധ പരിശോധനയാണ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പിന്റെ കാര്യത്തിൽ നടക്കുന്നതെന്ന് മാത്രമേ പറയാനുള്ളൂ. കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. നിന്ദ്യമായ വർഗീയത ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ച ലീഗിനെ കുറിച്ച് മിണ്ടാത്ത സതീശൻ പരമയോഗ്യൻ. എന്നിട്ട് എന്താ പറയുന്നത്? സമുദായ നേതാക്കൾ, അതാണ് സമുദായ നേതാക്കൾ മര്യാദയ്ക്കിരിക്കണം, അവർ വർഗീയത പറയരുത്. അത് ലീഗ് സതീശന് നിർബന്ധമാണ്. ലീഗ് നേതാക്കൾക്ക് എന്തും പറയാം. ആ മതേതരത്വത്തിന്റെ അർത്ഥം മനസ്സിലായില്ല. അത് സതീശന്റെ മാത്രം ഗോൾ വർക്കർ മതേതരത്വമാണ്. അത് വഴിയേ അറിഞ്ഞോളൂ. അഴിമതിയോടുള്ള സമീപനം ഒറ്റ കാര്യം. എന്റെ ഒരു സംശയമാണ് ശ്രീ അനിൽകുമാർ, ഈ വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായിട്ടുള്ള മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് അന്വേഷണം, ഞാൻ അതിന്റെ ഏറ്റവും ഒടുവിൽ സ്റ്റേറ്റസ് കോ മനസ്സിലാക്കുന്നത് 2025 സെപ്റ്റംബർ മാസത്തിൽ ഈ കേസ് 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. എവിടെയാണ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പിലെ അന്വേഷണം ഇപ്പോൾ നിൽക്കുന്നത്? ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. അതെ, അവിടെ ദയവായി മനസ്സിലാക്കേണ്ട പോയിന്റ്, ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണത്തിന് നിയമപരമായ നടപടി ഹൈക്കോടതിയുടെ ഉദ്യോഗസ്ഥന്മാരെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ സർക്കാർ ഇടപെട്ട് നയം ഉണ്ടാക്കേണ്ട കാര്യമില്ല. സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ച് അന്വേഷിക്കുന്ന മൈക്രോ ഫിനാൻസ് തട്ടിപ്പിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ശ്രീകുമാർ, വ്യക്തതയ്ക്ക് വേണ്ടി, ശബരിമലയല്ല, മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിന്റെ അന്വേഷണം 3 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് കഴിഞ്ഞ സെപ്റ്റംബറിൽ പറഞ്ഞിരുന്നു. പൂർത്തിയാക്കിയിട്ടുണ്ടോ? അന്വേഷണം ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഈശ്വര, എന്ത് ചെയ്യും? ക്രൈംബ്രാഞ്ച് അന്വേഷണം, ഉദ്യോഗസ്ഥന്മാരുടെ പരിശോധന, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം ഹൈക്കോടതി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് 3 മാസം സമയം നിശ്ചയിച്ചത്. ആ സമയക്രമം ഉദ്യോഗസ്ഥന്മാർക്ക് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ അതേ കോടതിയിലാണ് അവർ പറയുക എന്തുകൊണ്ട് പറ്റിയില്ല. ആരുടെ ഉദ്യോഗസ്ഥന്മാരാണ് പിണറായി വിജയന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ശ്രീകുമാർ പൂർത്തിയാക്കാത്തത്? അത് ആരുടെ കഴിവുകളാണ്? ആരുടെ താല്പര്യമില്ലായ്മയാണ്? അത് തന്നെ ഒരു കാര്യം മനസ്സിലാക്കൂ. ഒരു കേസിനകത്ത് വിദഗ്ധ പരിശോധനകൾ ആവശ്യമുള്ള ഒരു കേസിനകത്ത് ഇത്ര ആഴ്ചക്കകം ഇത്ര മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്ന് ഒരു കോടതിക്ക് പറയാനാകുമോ? അങ്ങനെ അന്വേഷണത്തിൽ പറയാനാകില്ല എന്നാണ് കോടതി വിധികൾ. എന്നാൽ വല്ലാത്തൊരു വിദഗ്ധ പരിശോധനയാണ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പിന്റെ കാര്യത്തിൽ നടക്കുന്നതെന്ന് മാത്രമേ പറയാനുള്ളൂ. കിട്ടിയ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു.